ഇനി നമ്മൾ വീണ്ടും തിരിച്ച് കാസർഗോഡേക്ക് വരികയാണ്. അവിടെ കാസർഗോഡ് മണ്ഡലത്തിലെ കല്യാശ്ശേരി പാറക്കടവിൽ CPM നേതാവ് കള്ള വോട്ട് ചെയ്തുവെന്നാണ് പരാതി. 92 വയസ്സുകാരിയുടെ വോട്ട് രേഖപ്പെടുത്തിയതായാണ് പരാതി. കല്യാശ്ശേരി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ വോട്ട് ചെയ്തുവെന്നാണ് പരാതി. വോട്ടിംഗിലെ ബാഹ്യ ഇടപെടൽ തടയുന്നതിൽ വീഴ്ച വരുത്തിയ 5 ഉദ്യോഗസ്ഥരെ ജില്ലാ കലക്ടർ സസ്പെൻഡ് ചെയ്തു. ഷഫീഖ് നസ്രുലിന്റെ വിവരങ്ങൾ നൽകാനായി കാസർഗോഡ് നിന്ന്. ഷഫീഖ്, ഇതെങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ കള്ളവോട്ട് ചെയ്യാൻ കഴിഞ്ഞത്? പ്രത്യേകിച്ച് മറ്റ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു സമയത്ത് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ സസ്പെൻഷനിലേക്ക് നയിച്ചതെന്ന് വിചാരിക്കുന്നു. എന്താണ് സംഭവിച്ചത് അവിടെ? കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലുള്ള പാറക്കടവിലാണ് CPM നേതാവ് 92 വയസ്സുകാരിയുടെ കള്ളവോട്ട് രേഖപ്പെടുത്തിയെന്ന ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രായമായ ആളുകൾക്ക് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി പ്രായമുള്ളവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനാവശ്യമായ സാമഗ്രികൾ വീടുകളിൽ സജ്ജമാക്കുന്നു. ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിലാണ് 92 വയസ്സുകാരിയുടെ വോട്ട് ഈ CPM നേതാവ് 92 വയസ്സുള്ള അമ്മ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ അവിടെ വോട്ട് രേഖപ്പെടുത്തി എന്ന ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ ദേവി എന്ന 92 വയസ്സുകാരിയാണ് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ CPM നേതാവ് ഇങ്ങനെ കള്ളവോട്ട് ഇട്ടു എന്ന ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശനാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത്. ഈ വോട്ട് രേഖപ്പെടുത്താൻ പ്രായമുള്ള ആളുകൾക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ അവരെ സഹായിക്കാൻ അടുത്ത ബന്ധുക്കൾ, 18 വയസ്സ് കഴിഞ്ഞ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു ബന്ധുവും അല്ലാതിരുന്ന ഏജന്റാണ് ഇപ്പോൾ ഈ 92 വയസ്സുള്ള ദേവിയുടെ വോട്ട് രേഖപ്പെടുത്തി എന്ന ഒരാരോപണം ഉയർന്നിരിക്കുന്നത്. ഇതിന് സാക്ഷികളായ ഉദ്യോഗസ്ഥന്മാർ അതിന് സാക്ഷികളായിരുന്നു. CCTV ദൃശ്യം അതിൽ ലഭ്യമായിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ നടപടിയെടുത്തിരിക്കുന്നത്. 5 പേർക്കെതിരെ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്ക് മറ്റു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 പോളിംഗ് ഉദ്യോഗസ്ഥരെയും ഒരു മൈക്രോ ഒബ്സർവറെയും ഒരു സിവിൽ പോലീസ് ഓഫീസറെയും ഇത് ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്ന വീഡിയോഗ്രാഫറെയുമാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികൾക്കായി ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് അത്തരം ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടെ മനസ്സിലാക്കുന്നു. പ്രായമാളുകൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഇത്തവണയുള്ള വീട്ടിലെ വോട്ട് എന്ന പ്രക്രിയയ്ക്ക് ബൂത്ത് തന്നെ വീട്ടിൽ ക്രമീകരിക്കണം എന്ന നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത്. അതിന് സമാനമായ സ്വഭാവത്തിൽ രഹസ്യമായി വോട്ട് രേഖപ്പെടുത്തുന്നതിനാവശ്യമായ ബൂത്ത് പ്രത്യേകം ക്രമീകരിക്കും. ആ ക്രമീകരിച്ച ബൂത്തിൽ വെച്ചാണ് ഇത് അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ ബാലറ്റ് മടക്കി അതിന് തയ്യാറാക്കിയ പെട്ടിയിൽ നിക്ഷേപിക്കേണ്ടത്. എന്നാൽ ഈ സംവിധാനത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ CPM നേതാവ് അവരുടെ വോട്ട് രേഖപ്പെടുത്തി എന്നൊരു ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രായമായ ആളുകളെ കണ്ടെത്തി അവരുടെ വീട്ടിൽ ബൂത്ത് സാധാരണ ഇലക്ഷൻ നടക്കുന്ന സ്വഭാവത്തിലുള്ള ബൂത്ത് തന്നെ ക്രമീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് രഹസ്യ സ്വഭാവത്തിലുള്ള മറയുള്ള ബൂത്ത് സജ്ജീകരിക്കണം. അവിടെ വെച്ചായിരിക്കണം ഈ ബാലറ്റിൽ ഒപ്പ് ചാർത്തേണ്ടത്. അത് കഴിഞ്ഞ് മടക്കി അത് നിക്ഷേപിക്കാനുള്ള പ്രത്യേക ബോക്സും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്വഭാവത്തിൽ രഹസ്യമായാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ഇതിന് തൊട്ടടുത്തുള്ള ബന്ധുക്കൾക്ക് ഈ പ്രക്രിയയ്ക്ക് ഈ പ്രായമുള്ളവരെ സഹായിക്കാം എന്നല്ലാതെ മറ്റുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അനുമതിയില്ല. എന്നാൽ ഇവിടെ കല്യാശ്ശേരിയിലെ പാറക്കടവിൽ നമ്മൾ കണ്ടത് അമ്മയെ സഹായിക്കാൻ വേണ്ടി തൊട്ടടുത്ത ബന്ധുക്കളല്ല, CPMന്റെ പ്രാദേശിക നേതാവ് ആണ് ഈ വോട്ട് രേഖപ്പെടുത്തിയതെന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിന് സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ നടപടിയെടുത്തിരിക്കുന്നത്. ശരി ഷഫീഖ്, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കല്യാശ്ശേരിയിലാണ് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാതെ പ്രായമായവർക്ക് അവരുടെ വീടുകളിൽ വെച്ച് തന്നെ വോട്ട് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ വീട്ടിലെ വോട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടെത്തിയപ്പോഴാണ് ഈ പ്രായമായ ആളുടെ വോട്ട് CPM പ്രവർത്തകനായ ഗണേശൻ ചെയ്തത് എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി ജില്ലാ കലക്ടർ കൈക്കൊള്ളുകയും 5 പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുള്ള നൽകിയത്. ഇനി പൂരാവേശത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം